കിളിവാതിൽക്കൽ കെട്ടിയിരിക്കുന്ന ചുമപ്പ് ചരട്. യോശുവ യെരിഹോ പട്ടണം ഉറ്റുനോക്കേണ്ടതിന് രണ്ടുപേരെ ഷീത്വീമിൽ നിന്നും അയച്ചു. അവർ ചെന്നത് രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിലാണ്. രാഹാബിന്റെ ഭവനത്തിലേക്ക് അവർ ചെന്നപ്പോൾ, അവരെ സ്വീകരിച്ചിരുത്തിയപ്പോൾ രാഹാബിന് ബോധ്യം വന്നു, ഇത് യഹോവയുടെ ദാസന്മാരാണ്. അവരെ കൊണ്ട് യഹോവയായ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചതും ശത്രുക്കളെ സംഹരിച്ചതുമൊക്കെയും ഈ രാഹാബിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹാബ് അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചപ്പോൾ യെരിഹോ രാജാവിന്റെ അരികിൽ നിന്നും കുറച്ചുപേർ തന്റെ ഭവനത്തിലേക്ക് കയറി വരുന്നത് രാഹാബ് കണ്ടിട്ട് ഈ രണ്ട് ഭൃത്യന്മാരെ മച്ചിൻ പുറത്ത് ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് രാജാവ് അയച്ചവരെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, അവർ നിന്റെ അരികെ വന്നവരെ ഇറക്കി തരിക. നിന്റെ അരികിൽ വന്നവർ ദേശം ഉറ്റുനോക്കാൻ വന്നവരാണ്. അവർ ദേശത്തെ നോക്കി യുദ്ധത്തിന് വേണ്ടി എല്ലാ സംവിധാനവും ഒരുക്കേണ്ടതിന് വന്നവരാണ്. അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. പക്ഷേ രാഹാബ് ചെയ്തത്, അവർ പുറപ്പെട്ടു പോയി പട്ടണവാതിലിനടുത്തെത്തി, ഇപ്പോൾ നിങ്ങൾ ചെന്നാൽ അവരെ പിടിക്കാമെന്ന് കള്ളം പറഞ്ഞ് അയച്ചു. ഒരിക്കൽ പോലും യെരിഹോ രാജാവിനോടോ യെരിഹോ രാജാവിന്റെ ഭൃത്യന്മാരോടോ ചെന്ന് നന്നായി മുഖത്തു നോക്കി സംസാരിക്കാൻ ധൈര്യമില്ലാതിരുന്ന രാഹാബിന് യെരിഹോ രാജാവിന്റെ ഭൃത്യന്മാരോടും സന്നാഹങ്ങളോടും ഇത്രയേറെ കള്ളം പറയാനുള്ള സാധ്യത എന്ന് പറയുന്നത് ദൈവമായ യഹോവയുടെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ചും യഹോവയായ ദൈവത്തിന്റെ വീര്യപ്രവൃത്തികളെ കുറിച്ചുമുള്ള തിരിച്ചറിവാണ്. നമ്മെ ഏത് അധികാരിയുടെ മുൻപിലും ഏത് സാഹചര്യത്തിലും ധൈര്യസമേതം ദൈവത്തെക്കുറിച്ച് പറയാൻ നമുക്കിടയാകുന്നത്, ധൈര്യസമേതം നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തെക്കുറിച്ചും ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ കുറിച്ചുമുള്ള തിരിച്ചറിവാണ്. അങ്ങനെ രാഹാബ് അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് ചണത്തണ്ടുകളുടെ ഇടയിൽ അവരെ ഒളിപ്പിച്ചതിന് ശേഷം, അവർ പുറപ്പെട്ടു പോയതിനു ശേഷം അവരെ ചണത്തണ്ടുകൾക്കിടയിൽ നിന്ന് ഇറക്കി അവരെ പട്ടണത്തിലേക്ക് പർവ്വതത്തിൽ ഒളിച്ചിരിക്കേണ്ടതിനായി പറഞ്ഞു വിട്ടു. ശേഷം അവർ പർവ്വതത്തിൽ നിന്ന് തിരിച്ച് യോശുവയുടെ അടുത്തേക്ക് വന്ന് രാജ്യത്തെക്കുറിച്ചും ദേശത്തിലെ സംവിധാനങ്ങളെക്കുറിച്ചും വിവരിച്ചു പറഞ്ഞു. അവർ യുദ്ധത്തിന് പുറപ്പെടാൻ ആരംഭിച്ചപ്പോൾ യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞു, നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കിടയിലും ഭടന്മാർക്കിടയിലും വാള് വീശുമ്പോൾ രാഹാബിന്റെ വീട്ടിൽ വാള് വീശരുത്. ശേഷം രാഹാബിന്റെ വീട്ടിൽ ദൈവാത്മാവ് പറഞ്ഞു, നീ ചണത്തണ്ടുകൾക്കിടയിൽ എൻ്റെ ഭൃത്യന്മാരെ ഒളിപ്പിച്ചിരിക്കുന്നുണ്ട്. ഒരു ചുമപ്പ് ചരട് നിന്റെ കിളിവാതിൽ കെട്ടിയിരിക്കണം. ആ ചുവപ്പ് ചരട് സൈന്യം വരുമ്പോൾ കാണുമ്പോൾ നിന്നെ ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പോ പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിൽ, ആരാധിക്കുന്നവന്റെ വീട്ടിൽ, ദൈവകൃപയിൽ നിലനിൽക്കുന്നവന്റെ വീട്ടിൽ, ദൈവദാസന്മാരോട് കരുണ തോന്നുന്നവരുടെ വീട്ടിൽ പിശാചിന് മറ്റുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവാത്മ പ്രേരണയാൽ മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കുന്ന ഭവിഷ്യക്തന്മാരുടെ വീട്ടിൽ നാം പോലും അറിയാതെ ദൈവം ചുവപ്പ് ചരട് കെട്ടിയിട്ടുണ്ട്. സംഹാര താണ്ഡവം ചുറ്റുപാട് നടക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്നത് ആ ചുവപ്പ് ചരട് നമ്മുടെ വീട്ടിൽ നമുക്ക് പോലും കാണാതെ ഉള്ളത് കൊണ്ടാണ്. ഈ നാളുകളിൽ ദൈവം നമ്മുടെ സംരക്ഷണത്തിനായി, നമ്മുടെ വിടുതലിനായി കിട്ടിയിരിക്കുന്ന ചുവപ്പ് ചരട് നമ്മുടെ അശുദ്ധി കൊണ്ടും നമ്മുടെ പ്രാർത്ഥനാ കുറവ് കൊണ്ടും ദൈവം അഴിച്ചു മാറ്റാതെ എന്നും ഒരു സംരക്ഷണം നമുക്ക് ഉണ്ടാകാനുള്ള ദൈവകൃപ ഏറ്റെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.